വാർത്തകൾ വിശദമായി. നിരപരാധിത്വം തെളിഞ്ഞാൽ ശശീന്ദ്രനെ വീണ്ടും മന്ത്രിസ്ഥാനത്ത് എത്തിക്കുമെന്ന് എൻസിപി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ. ശശീന്ദ്രനെതിരായ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമോ, തോമസ് ചാണ്ടിയെ മന്ത്രിയായി നിർദ്ദേശിക്കണമോ എന്ന് എൻസിപി ദേശീയ നേതൃത്വം പിന്നീട് തീരുമാനിക്കുമെന്നും ശരത് പവാർ വ്യക്തമാക്കി. സത്യസന്ധനെ കുടുക്കിയെന്നാണ് പാർട്ടിയുടെ പൊതുനിലപാട്. പുതിയ മന്ത്രിയായി തോമസ് ചാണ്ടിയെ നിശ്ചയിച്ച സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം മുതിർന്ന നേതാവ് പീതാംബരൻ മാസ്റ്റർ ദില്ലിയിലെത്തി ശരത് പവാറിനെ കണ്ട് നേരിട്ടറിയിച്ചു. പക്ഷേ തീരുമാനം ഉടൻ അംഗീകരിക്കാൻ പവാർ തയ്യാറായില്ല. പകരം എൻസിപി ദേശീയ പാർലമെന്ററി ബോർഡ് തിങ്കളാഴ്ചയ്ക്കകം യോഗം ചേർന്ന് ആലോചിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രണ്ടു വഴികളാണ് എൻസിപിക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. ശശീന്ദ്രനെതിരായ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ തോമസ് ചാണ്ടിയെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുക. The NCP's particular ministry is now vacant. So we have to take some view whether we should fill that vacancy immediately or should we wait for the judicial committee's report. ശശീന്ദ്രനെ പൂർണ്ണമായും പിന്തുണച്ച എൻസിപി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ സത്യസന്ധനെ കുടുക്കിയെന്നാണ് പൊതുനിലപാടെന്ന് വ്യക്തമാക്കി. അന്വേഷണത്തിൽ നിരപരാധിത്വം തെളിഞ്ഞാൽ ശശീന്ദ്രനെ വീണ്ടും മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവരുമെന്നും പവാർ മാധ്യമങ്ങളെ അറിയിച്ചു. Judicial inquiry's report came in favor of Shashindran. Then there is no question. We have to induct him in government. ജുഡീഷ്യൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാകണം, നീണ്ടുപോകരുത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കാൻ എൻസിപി സംസ്ഥാന നേതൃയോഗത്തിന്റെ ശുപാർശ. കെ ശശീന്ദ്രനാണ് തോമസ് ചാണ്ടിയുടെ പേര് നിർദ്ദേശിച്ചത്. മന്ത്രിസ്ഥാനം രാജിവെച്ച ശശീന്ദ്രനെ പാർലമെന്ററി പാർട്ടി നേതാവാക്കാനും തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന എൻസിപി നേതൃയോഗമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് ചാണ്ടിയുടെ പേര് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചത്. നേതൃയോഗത്തിൽ ഏകകണ്ഠമായാണ് തോമസ് ചാണ്ടിയുടെ പേര് തീരുമാനിച്ചതെന്നും നേതൃത്വം അറിയിച്ചു. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. LDFിലും മുഖ്യമന്ത്രിയെയും തീരുമാനം ഉടൻ അറിയിക്കുമെന്നും എൻസിപി സംസ്ഥാന പ്രസിഡന്റ് ഉഴൂർ വിജയൻ പറഞ്ഞു. ഞങ്ങൾക്ക് അവകാശപ്പെട്ട മന്ത്രിസ്ഥാനം ഞങ്ങളുടെ മറ്റൊരു MLA ആയ ശ്രീ തോമസ് ചാണ്ടിക്ക് നൽകണം എന്ന് പൊതുവായ അഭിപ്രായം യോഗത്തിൻ്റെതായി ഉയർന്നു വരികയും ആ അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയെ അറിയിക്കുന്നതിനും ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിസ്ഥാനം ഭാരിച്ച ഉത്തരവാദിത്തമാണെന്നും KSRTCയെ ലാഭത്തിലാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും തോമസ് ചാണ്ടി പറഞ്ഞു. KSRTC പോലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. അതൊക്കെ ലാഭത്തിലാണ് പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം? അപ്പം എവിടെയാണ് അതിൻ്റെ ക്യാൻസർ രോഗമെന്ന് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്ത് തന്നെ മുൻപോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ചാനൽ സംപ്രേഷണം ചെയ്ത ഫോൺ സംഭാഷണത്തെ തുടർന്ന് കെ ശശീന്ദ്രൻ രാജിവെച്ചതിനെ തുടർന്നാണ് തോമസ് ചാണ്ടിയെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ എൻസിപി നേതൃയോഗം തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആർത്തവ പരാമർശത്തിൽ കൈരളി തന്റെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് MM ഹസൻ. നിലവിലുള്ള മതാചാരങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് താൻ ചെയ്തത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്നും ആർത്തവ സമയത്ത് സ്ത്രീ അശുദ്ധയാണോ എന്ന ചോദ്യത്തിൽ നിന്ന് ഹസൻ ഒഴിഞ്ഞുമാറുകയും ചെയ്തു. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റാൻ രാഷ്ട്രീയ പാർട്ടികൾക്കാവില്ല, അത്രേ പറഞ്ഞുള്ളൂ. കൈരളി പ്ലീസ് ഹിയർ മീ, പ്ലീസ് ഹിയർ നോട്ട്. ഞാൻ പറഞ്ഞത് മുഴുവൻ അവർ കൊടുത്തില്ലല്ലോ, ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നിലവിലുള്ളത്. ദാറ്റ് ഈസ് നോട്ട് മൈ ഒപ്പീനിയൻ. ഹൗ ക്യാൻ ഇറ്റ് ബി മൈ ഒപ്പീനിയൻ? പാർട്ടിയുടെ അഭിപ്രായം മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഞങ്ങൾ അതേപടി, അവരുടെ വിശ്വാസങ്ങൾ അതേപടി ഞങ്ങളും അതിനെ ആദരിക്കുന്നു, അത്ര തന്നെ. അഭിപ്രായമല്ലത്. മതവിശ്വാസങ്ങളെ മാറ്റാൻ പറയാൻ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറല്ല. ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഞങ്ങളായാലും അദ്ദേഹം നിലവിലുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മാറ്റിമറിക്കണമെന്ന് പറയാൻ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളാരും സാമൂഹ്യ പരിഷ്കർത്താക്കളല്ല. +1 ചോദ്യപേപ്പർ വിവാദത്തിൽ കഴമ്പില്ലെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ റിപ്പോർട്ട്. 21-ന് നടന്ന ജിയോഗ്രഫി പരീക്ഷയിൽ മോഡൽ പരീക്ഷയിലെ 43 ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 15 മാർക്കിനുള്ള 5 ചോദ്യങ്ങൾ വിവിധ ജില്ലകളിൽ നടത്തിയ മാതൃകാ ചോദ്യപേപ്പറിൽ നിന്നും പൊതുപരീക്ഷയുടെ ചോദ്യങ്ങളായി ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തിരികെ വാർത്തയിലേക്ക്.
പാറ്റൂർ ഭൂമി തട്ടിപ്പ് അഴിമതി തന്നെയാണെന്ന് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മുൻ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷണും വാട്ടർ അതോറിറ്റിയെ നോക്കുകുത്തിയാക്കി സ്വകാര്യ വ്യക്തിക്ക് സ്ഥലം കയ്യേറാൻ ഒത്താശ ചെയ്തെന്നും വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സെന്റിന് 50 ലക്ഷം വരുന്ന 16 സെന്റ് ഭൂമിയെ സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയതിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായതായും വിജിലൻസ് ചൂണ്ടിക്കാട്ടി. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഭരത് ഭൂഷൺ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. പാറ്റൂർ ഭൂമി തട്ടിപ്പ് അഴിമതിയാണോ ഭരണതലത്തിലുള്ള വീഴ്ചയാണോ എന്ന് വ്യക്തമാക്കാൻ ഹൈക്കോടതി വിജിലൻസിന് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് നൽകിയ സത്യവാങ്മൂലത്തിലാണ് പാറ്റൂർ ഭൂമി തട്ടിപ്പ് അഴിമതി തന്നെ എന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മുൻ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷണും വാട്ടർ അതോറിറ്റിയെ നോക്കുകുത്തിയാക്കി സ്വകാര്യ വ്യക്തിക്ക് സ്ഥലം കയ്യേറാൻ ഒത്താശ ചെയ്തെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഭൂമി ഇടപാടിൽ പൊതു താൽപര്യം അവഗണിച്ചു. ഇടപാടിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായി. സെന്റിന് 50 ലക്ഷം രൂപ വരുന്ന 16 സെന്റ് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തുകയായിരുന്നു. മന്ത്രിസഭയും ജലവിഭവ വകുപ്പും അറിയാതെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് നീക്കാൻ ഉത്തരവിട്ടെന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഭൂമി തങ്ങളുടെ തന്നെയെന്നായിരുന്നു ഫ്ളാറ്റ് ഉടമകൾ കോടതിയിൽ ഉന്നയിച്ച വാദം. ജലവിഭവ വകുപ്പിന്റേതാണെന്ന നിലപാടിൽ പ്രോസിക്യൂഷനും ഉറച്ചുനിന്നു. ഇതോടെയാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയത്. പാറ്റൂർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കെന്ന് ചീഫ് സെക്രട്ടറിയും ജലവിഭവ വകുപ്പ് സെക്രട്ടറിയും പ്രത്യേകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മനോജ് എബ്രാഹിമിനെതിരായ അന്വേഷണത്തിനുള്ള മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി 2 മാസത്തേക്ക് മരവിപ്പിച്ചു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കാൻ മനോജ് എബ്രാഹിമിന് അവകാശമുണ്ടെന്ന് ഹൈക്കോടതി. സ്വത്ത് തിട്ടപ്പെടുത്താൻ വിചാരണ കോടതിക്ക് അധികാരമുണ്ടോ എന്ന് പരിശോധിക്കണം. മനോജ് എബ്രാഹിമിനെതിരെ പൊതുതാൽപര്യ ഹർജി നൽകിയ വ്യക്തിയുടെ വരുമാന സ്രോതസ് എന്താണെന്നും ഹൈക്കോടതി ചോദിച്ചു. ദില്ലിയിൽ വീണ്ടും വംശീയ ആക്രമണം. നൈജീരിയൻ വിദ്യാർത്ഥികളെ ജനക്കൂട്ടം തല്ലിച്ചതച്ചു. മയക്കുമരുന്നിന് അടിമപ്പെട്ട് +2 വിദ്യാർത്ഥി മരിച്ചതിന് കാരണക്കാരെന്ന് ആരോപിച്ചാണ് നൈജീരിയൻ വിദ്യാർത്ഥികളെ ജനക്കൂട്ടം ആക്രമിച്ചത്. ദില്ലിയിലെ ഗ്രേറ്റർ നോയിഡയിലെ മാളിലാണ് സംഭവം. 4 നൈജീരിയൻ വിദ്യാർത്ഥികളാണ് വംശീയാതിക്രമത്തിന് ഇരയായത്. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സംസാരിച്ചെന്നും നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണം നടത്തുമെന്ന് യോഗി കേന്ദ്രത്തിന് ഉറപ്പു നൽകിയതായും സുഷമ സ്വരാജ് ട്വിറ്ററിൽ കുറിച്ചു. കൊച്ചിയിൽ മുങ്ങിമരിച്ച CA വിദ്യാർത്ഥിനി മിഷേൽ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് രാസപരിശോധനാ റിപ്പോർട്ട്. മിഷേലിന്റേത് മുങ്ങിമരണം തന്നെയെന്ന് ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വ്യക്തമാക്കുന്നു. വിഷാംശമോ രാസപദാർത്ഥങ്ങളോ ആമാശയത്തിൽ കണ്ടെത്താനായില്ല. മാത്രവുമല്ല, ജഡം കണ്ടെത്തിയ കായലിലെ വെള്ളം ആമാശയത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. പതിവിലധികം വേനൽ മഴ ലഭിച്ചിട്ടും ഡാമുകളിൽ ജലനിരപ്പ് താഴുന്നത് തൃശൂർ ജില്ലയിലെ കുടിവെള്ള വിതരണത്തെ ബാധിച്ചു തുടങ്ങി. ക്രമാതീതമായി ചൂടുകൂടി വരുന്നതും മധ്യകേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യത മങ്ങിയതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ മഴ ലഭിച്ചാലും ജലസംഭരണികളിൽ വെള്ളമെത്തില്ലെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷകരും നൽകുന്നത്. ഇക്കൊല്ലം മുൻവർഷങ്ങളെക്കാൾ ഇരട്ടിയിലധികം വേനൽ മഴ ലഭ്യമായെങ്കിലും തൃശൂരിൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സുകളായ പീച്ചി, ചിമ്മിനി, വാഴാനി ഡാമുകളിൽ ജലനിരപ്പ് കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ സമയം 66.52 ക്യൂബിക് മീറ്റർ വെള്ളമുണ്ടായിരുന്ന ചിമ്മിനി ഡാമിൽ ഇപ്പോൾ 44.5 ആണ് ജലനിരപ്പ്. 22 ക്യൂബിക് മീറ്റർ കുറവ്. തൃശൂർ നഗരത്തിന്റെ ദാഹമകറ്റുന്ന പീച്ചി ഡാമിൽ ഇക്കൊല്ലം 2.61 ക്യൂബിക് മീറ്ററിന്റെ കുറവുണ്ട്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടിക്കാനുള്ള വെള്ളം ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കപ്പാസിറ്റിയുടെ പകുതി പോലും വെള്ളം എത്തിയിട്ടില്ല. വാഴാനി ഡാമിൽ 2.31 ആണ് വ്യത്യാസം. ജലസംഭരണികളിൽ ദിനംപ്രതി 3 സെന്റിമീറ്റർ വീതം ജലനിരപ്പ് താഴുകയുമാണ്. ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമുള്ള സാധ്യതകളാണ് പറയുന്നത്. പിന്നെ വരണ്ട കാലാവസ്ഥയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ന്യൂനമർദ്ദം, പാത്തി, അന്തരീക്ഷ ചുഴലി തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഉണ്ടായാലേ ഡാമുകളിൽ വെള്ളമെത്തൂ എന്നാണ് നിരീക്ഷണം. ഒരു വേനൽമഴ കൊണ്ടൊന്നും നികത്തപ്പെടാവുന്ന ഒരു വിഷയമല്ല അത്. പരക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു വെള്ളം ഉയരലിനെ കുറിച്ച് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഏപ്രിൽ മാസത്തിൽ ഡാമുകളിലെ ജലനിരപ്പ് ഇനിയും താഴുന്ന സാഹചര്യമുണ്ടായാൽ ജില്ലയിലെ ശുദ്ധജല വിതരണം മുടങ്ങുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.